ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പോൾ എൻ്റെ മക്കളെ എല്ലാവരും ഇതാ മലയാളത്തിലെ അവസാനത്തെ പാഠഭാഗം കൂടെ പഠിച്ചിരിക്കുകയാണ് അല്ലേ. ഏതായിരുന്നു നമ്മുടെ പാഠത്തിന്റെ പേര്? മിന്നി മിനുങ്ങും മിന്നാ മിന്നി അല്ലേ. അപ്പോൾ ഒരു കഥ പോലെ ഇതാ ഈ പാഠഭാഗമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ പ്രവർത്തനം എന്താണ്? ദാ കടങ്കവിതകൾക്ക് ഉത്തരം എഴുതാം എന്നുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ കുറേ കടങ്കഥകളൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആൻസർ എന്താന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചെഴുതണം. അപ്പൊ എന്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്? മിസ്സിന്റെ കൂടെ ഇത് വായിച്ചിട്ട് ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യണം. പറ്റാത്ത ആളുകൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഇത് പഠിച്ചാൽ മതി. ആനുവൽ എക്സാം ഒക്കെ വരാൻ പോവാണ്. സോ കടങ്കഥകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ ചോദ്യങ്ങളിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, തലയ്ക്കു മീതെ നീല നിറത്തിൽ വമ്പൻ കുടയൊന്നുണ്ടല്ലോ, മഴയും കൊള്ളും വെയിലും കൊള്ളും, കുടയുടെ പേരത് ചൊല്ലാമോ? അപ്പൊ നമുക്കറിയാം, നമ്മുടെയൊക്കെ മുകളിലായിട്ട് നീല നിറത്തിൽ കാണപ്പെടുന്ന ആ ഒരു വമ്പൻ കുട എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നീലാകാശമാണ് അല്ലെ. അല്ലേടാ? അപ്പൊ ദാ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആകാശമായിരിക്കും. നമ്മൾ സ്കൈ എന്ന് പറയുന്ന നമ്മുടെ ആകാശമാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അല്ലെ. അടുത്ത നോക്കിയേ, മാനത്തുണ്ടൊരു പാൽക്കിണ്ണം അല്ലെ. യെസ്, ഇതൊരു പാൽക്കിണ്ണത്തിനെ പറ്റിയാണ്. അപ്പൊ മാനത്തുണ്ടൊരു പാൽക്കിണ്ണം, ഓടി നടക്കും പാൽക്കിണ്ണം, താഴോട്ടൊന്നു വരുത്താനായി ഉണ്ണികൾ തേടും പാൽക്കിണ്ണം. എന്തായിരിക്കും എടാ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? നമ്മുടെ മാനത്തുള്ള പാൽക്കിണ്ണം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ അമ്പിളിമാമനാണ് അല്ലെ. ചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ അമ്പിളിമാമനാണ്. അമ്പിളിമാമനെ താഴോട്ട് വിളിച്ചുകൊണ്ടാണ് അല്ലെ പണ്ടൊക്കെ നമ്മുടെ പാരന്റ്സ് ഒക്കെ നമുക്കൊക്കെ എന്ത് ചെയ്തത്? നമ്മൾ കുഞ്ഞുവാവയൊക്കെ ആയിരുന്ന സമയത്ത് ആഹാരമൊക്കെ തരുന്നത് അല്ലെ. ആ കഥകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ സിനിമകളിലൊക്കെ ആയിട്ട് എൻ്റെ മക്കൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ഈ താഴത്തെ വരി, ഉണ്ണികൾ തേടും പാൽക്കിണ്ണം അല്ലെ. താഴേക്ക് വരുമോ, അമ്പിളിമാമനെ താഴെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കായിരുന്നു നമ്മള്. അപ്പൊ ഇവിടെ ഉത്തരവായിട്ട് നമുക്ക് എഴുതാം അല്ലെ. ചന്ദ്രനാണ് ആള്. ചന്ദ്രൻ എന്ന് മിസ് എഴുതിയിട്ടുണ്ട്. അതല്ലെങ്കിൽ എന്തെഴുതാം എൻ്റെ മക്കള്? കുഞ്ഞു മക്കളല്ലേ. അപ്പൊ അമ്പിളിമാമൻ അല്ലെ. നമ്മളെല്ലാവരും വിളിക്കുന്നത് എന്താണ്? മിസ്സും അങ്ങനെ തന്നെയാണ് വിളിക്കാറ്, അമ്പിളിമാമൻ എന്നാണ് അല്ലെ. അപ്പൊ അടുത്തത് നോക്കിയേ, മാനത്തുള്ളൊരു കൊട്ടാരം, പാറി നടക്കും കൊട്ടാരം, പലതായി മാറും കൊട്ടാരം, പഞ്ഞിക്കൊട്ടാരം. മാനത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആകാശത്ത് ഏതാടാ ഒരു പഞ്ഞിക്കൊട്ടാരം ഉള്ളത്? ഏതാണ് ആകാശത്തുള്ള പഞ്ഞിക്കൊട്ടാരം? നമുക്കറിയാം, മേഘങ്ങളാണ് അല്ലെ. പല പല ആകൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല പല സ്ഥലത്തായിട്ടൊക്കെ നമ്മൾ കാണുന്ന മേഘങ്ങളാണ്. അവരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. സോ നമുക്ക് ഉത്തരം എഴുതാം. എന്താണ്? മേഘമാണ് അല്ലെ. മേഘമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഇതുപോലെ നിങ്ങളോട് കുറച്ച് കടങ്കഥകളൊക്കെ എഴുതാനായിട്ട് ഒരു ചോദ്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ദാ മിസ് ഒരു കടങ്കഥ ഇവിടെ വെച്ചിട്ടുണ്ടേ, നോക്കണേ. ആന കേറാമല ആടു കേറാമല, ആയിരം കാന്താരി പൂത്തിറങ്ങി. എന്തായിരിക്കും ഉത്തരം എന്നറിയാമോ നിങ്ങൾക്ക്? ആന കേറാമല ആടു കേറാമല, ആയിരം കാന്താരി പൂത്തിറങ്ങി എന്ന് പറയുന്ന സമയത്ത് അത് ആരെ പറ്റിയാണ്? ആയിരം കാന്താരികൾ എന്ന് പറയുന്നത് നമ്മുടെ നക്ഷത്രങ്ങളെ പറ്റിയാണ് അല്ലെ. അപ്പൊ ദാ ഉത്തരം മിസ് ഇവിടെ എഴുതുന്നുണ്ടേ. നക്ഷത്രമാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. നക്ഷത്രം അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ അല്ലെ. അപ്പൊ നക്ഷത്രങ്ങളാണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദാ അടുത്തൊരു ക്വസ്റ്റ്യൻ. കിഴക്ക് കാണും കാലത്ത് തലയ്ക്കുമീതെ ഉച്ചയ്ക്ക് കടലിൽ താഴും സന്ധ്യയ്ക്ക് പറയൂ ഞാനാര്? അപ്പൊ എന്താണ്? കിഴക്കുദിക്കുന്ന ആളെ പറ്റി ഒരു പാട്ടൊക്കെ ഇതാ ഈ അടുത്ത് വരെ നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ. ആരാണ് ഉദിക്കുന്നത് കിഴക്ക്? നമുക്കറിയാം, നമ്മുടെ സൂര്യനല്ലേ. അപ്പൊ സൂര്യനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ് അല്ലെ. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള പല പല ആളുകളെ പറ്റി എന്തുണ്ട്? ഒരുപാട് കടങ്കഥകൾ നമുക്കിതാ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്കറിയാവുന്ന കടങ്കഥകളൊക്കെ എൻ്റെ മക്കളെ എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മിസ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ മിന്നാമിന്നിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ മിന്നാമിന്നി ഉത്തരവായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു കടങ്കഥ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മിസ് ചോദിക്കും. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എല്ലാവർക്കും ഇതാ എക്സാം ടൈമാണ്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.